not been sold. Happy bastard shines like gold. A click away. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് എങ്ങനെ ചിറക് കൊടുക്കാം, അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? വരൂ തുടങ്ങാം. നമ്മൾ തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഈ വാക്കുകളോടെയാണ്. സാധ്യമല്ല എന്നത് നിങ്ങളുടെ സംസാരത്തിൽ പോലും വരരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വെറുമൊരു വാചകമല്ല, നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ ആശയമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നല്ലേ? നമ്മൾ 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്നത് മുതൽ വെല്ലുവിളികളെയും പരാജയങ്ങളെയും മനസ്സിലാക്കി ധൈര്യം സംഭരിച്ച് ഇന്ന് തന്നെ തുടങ്ങി ഒടുവിൽ നമ്മുടെ ജീവിതത്തിലെ ഹീറോവായി മാറുന്നതുവരെയുള്ളൊരു യാത്ര. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുക എന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ വെറും ചിന്തകളായി മാത്രം ഒതുക്കി വെക്കാതെ അതിന് പറന്നുയരാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് കൊടുക്കുക? ഈ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ജീവിതത്തെ കാറ്റിൽ പറന്നുയരുന്ന ഒരു പക്ഷിയോടാണ് ഉപമിക്കുന്നത്. പക്ഷേ നമ്മളിൽ പലരും എങ്ങനെയെന്നറിയുമോ? പറക്കാൻ പേടിച്ച് ചിറകുണ്ടായിട്ടും താഴെ തന്നെ ഒതുങ്ങിക്കൂടുന്ന പക്ഷികളെ പോലെയാണ്. ആ ഭയത്തെയാണ് നമ്മൾ ആദ്യം തന്നെ മറികടക്കേണ്ടത്. ഇനി അടുത്തത് വെല്ലുവിളികൾ. ജീവിതത്തിൽ ചാലഞ്ചസ് ഇല്ലാത്ത ആരെങ്കിലുമുണ്ടോ? ഇല്ല. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ അതിനെ പേടിക്കുന്നതിന് പകരം അതിലൊരു മധുരമുണ്ടെന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണിത്. നമുക്ക് ചുറ്റും കാണുന്ന ആരുടെയെങ്കിലും കഥയാവാം ഇത്. അച്ഛൻ മരിച്ചതോടെ കുടുംബം വലിയ കടത്തിലായി. പഠിപ്പ് നിർത്തേണ്ടി വന്നു, ജോലിക്ക് പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. രാത്രി മുഴുവൻ പഠിച്ചു, പകൽ മുഴുവൻ ജോലി ചെയ്തു. ഇന്ന് അദ്ദേഹം ഒരു വലിയ സംരംഭകനാണ്. കണ്ടില്ലേ, പ്രതിസന്ധികളാണ് അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തൊരു പവർഫുള്ളായ ഉപമയാണല്ലേ! കടുത്ത സമ്മർദ്ദത്തിൽ നിന്നാണ് ഒരു വജ്രമുണ്ടാകുന്നത്. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് നമ്മളെ കൂടുതൽ തിളക്കമുള്ളവരാക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ പ്രഷർ നമ്മളെ തകർക്കാനല്ല, നമ്മളെ വാർത്തെടുക്കാനാണ് വരുന്നത്. നമ്മുടെ മൂന്നാമത്തെ ഭാഗം പരാജയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും പേടിയുള്ളൊരു വാക്കാണിത്, അല്ലേ? എന്നാൽ പരാജയം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠം മാത്രമാണ്. 10,000 എന്താണിത്? വെറുമൊരു സംഖ്യ അല്ല കേട്ടോ ഇത്. ഇതിന് പിന്നിൽ ഒരു വലിയ വിജയത്തിന്റെ കഥയുണ്ട്. എന്താണെന്നല്ലേ? അതെ, ഇത് പറഞ്ഞത് മറ്റാരുമല്ല, തോമസ് എഡിസനാണ്. ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം 10,000 തവണ പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ 10,000 തവണ തോറ്റതല്ല, മറിച്ച് ഈ ബൾബ് ഉണ്ടാക്കാൻ പറ്റാത്ത 10,000 വഴികൾ ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു എന്ന്. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറഞ്ഞു തരിക? ഇനി അനുപമയുടെ കഥ നോക്കിയാലോ? IIT എക്സാമിന് തോറ്റുപോയി. ആലോചിച്ചു നോക്കൂ, അതെത്ര വലിയൊരു തിരിച്ചടിയായിരിക്കും. പക്ഷേ അവിടെ തളർന്നിരുന്നില്ല അനുപമ. അവരൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു സംരംഭകയായി മാറി. കണ്ടില്ലേ, ഒരു ചെറിയ പരാജയം എത്ര വലിയ വിജയത്തിന്റെ തുടക്കമാകാമെന്ന്. അപ്പോ നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് പുതിയ ഒന്നിന്റെ തുടക്കമാണ്. വീഴുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്വപ്നങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അത് നേടിയെടുക്കാൻ ഒരു സാധനം വേണം. അതാണ് ധൈര്യം. നമ്മുടെ 4ാമത്തെ വിഷയം അതാണ്, ധൈര്യത്തിന്റെ ശക്തി. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ? മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ സ്വപ്നം. ഒരു ബിസിനസ് തുടങ്ങാനോ, ഒരു നല്ല ജോലി നേടാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ? എന്തുമാകട്ടെ, ആ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ പേടിക്കരുത്. ഈ പ്രസംഗത്തിൽ പറയുന്ന പോലെ കടലിൽ ഇറങ്ങുമ്പോഴാണ് നമ്മൾ നീന്താൻ പഠിക്കുന്നത്. കരയിലിരുന്ന് നീന്തൽ പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ എല്ലാം പഠിച്ചിട്ട് തുടങ്ങാം എന്ന് കരുതിയാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ധൈര്യമായി മുന്നോട്ടു പോവുക. ഓക്കെ, ഇപ്പോൾ തിയറിയൊക്കെ മനസ്സിലായി. ഇനി എങ്ങനെ തുടങ്ങും? അതാണ് അടുത്ത ചോദ്യം. നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇന്ന് തന്നെ എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. 1, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി വെക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കും. 2, ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും അതിനായി മാറ്റിവെക്കുക. ചെറിയ ചുവടുകളാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്. 3, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് കുറച്ചൊന്നും മാറി നിൽക്കുക. 4, നിങ്ങൾ നേടുന്ന ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക. അത് മുന്നോട്ടു പോകാനൊരു എനർജി തരും. പിന്നെ ഏറ്റവും പ്രധാനമായി 5ാമത്തേത്, ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്വയം പറയണം, എന്നെ കൊണ്ടിത് സാധിക്കും. അങ്ങനെ നമ്മൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു സത്യം തിരിച്ചറിയും: നമ്മുടെ ജീവിതത്തിലെ നായകൻ അല്ലെങ്കിൽ നായിക മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഈ പ്രസംഗത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഉപമയാണിത്. ജീവിതം ഒരു ക്രിക്കറ്റ് കളിയാണെങ്കിൽ ആ കളിയിലെ ബാറ്റ്സ്മാൻ നിങ്ങളാണ്.
ഓരോ ദിവസവും ഓരോ പന്താണ് നിങ്ങളുടെ നേരെ വരുന്നത്. അത് സിക്സർ അടിക്കണോ അതോ വെറുതെ വിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. റിസ്ക് എടുത്ത് ബാറ്റ് വീശിയാൽ മാത്രമേ സിക്സർ അടിക്കാൻ പറ്റൂ. അപ്പോ ഈ വിശകലനം ഇവിടെ തീരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ആ ആദ്യത്തെ സിക്സർ അതേതായിരിക്കും? ഏത് സ്വപ്നമാണ് നിങ്ങൾ ആദ്യം തന്നെ നേടിയെടുക്കാൻ പോകുന്നത്? ചിന്തിക്കുക, ഇന്ന് തന്നെ തുടങ്ങുക.